ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം ടു സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇതിന്റെ തമിഴ് വേർഷന്റെ ഭാഗമാണ് പറഞ്ഞത്. ഈ ഒരു ഭാഗം നമുക്ക് എന്തായാലും മലയാളത്തിൽ ഉടനെ തന്നെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അങ്ങനെ ദേവിനെ ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാണ്. ആനന്ദ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നേ ഇല്ല കേട്ടോ. വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ബാലൻ വന്ന് വിളിക്കേണ്ട മോനെ വീടെത്തി എന്ന് പറയുമ്പോഴാണ് ആനന്ദ് കാറിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. ശേഷം ദേവിനെ കൂട്ടിക്കൊണ്ട് ഗോമതിയും അതുപോലെ തന്നെ മീനാക്ഷി റൂമിൽ കൊണ്ടേ കിടത്താണ്. ദേവിക്ക് നല്ല പെയിനും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ദേവി റൂമിലേക്ക് കയറുമ്പോഴേക്കും ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ദേവിയുടെ മുമ്പിലേക്ക് ആ ഒരു കാഴ്ച വരുന്നത്. വേറൊന്നുമല്ല, കുഞ്ഞിനെ വേണ്ടിട്ടൊരു തൊട്ടില് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ തൊട്ടില് നോക്കിയിരിക്കുകയാണ് ദേവി. ശേഷം പൊട്ടിക്കരയാണ്. ആ സമയത്ത് തന്നെയാണ് ആനന്ദ് അവിടേക്ക് വരുന്നത് കേട്ടോ. ആനന്ദ് ദേവിനെ കാണുമ്പോൾ തന്നെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി കട്ടിലിരിക്കുകയാണ്. ദേവി ആനന്ദിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ആനന്ദേട്ടാ എന്നോട് ദേഷ്യമാണോ? തൊട്ടു പോകരുത് നീ എന്നെ എന്ന് ആനന്ദ് പറയാണ്. ആനന്ദേട്ടാ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നീ തെറ്റൊന്നും ചെയ്തില്ലേടി? ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ എടുത്തിട്ടാണോ നീ എന്ത് തെറ്റ് ചെയ്തെന്ന് ചോദിക്കുന്നത്? എടി ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റാടി സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കണ തെറ്റ് എന്ന് പറയുമ്പോ, ആനന്ദേട്ടാ ഞാനതിന് ഒന്നും ചെയ്തിട്ടില്ല, എന്റെ തെറ്റുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ആനന്ദേട്ട വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടടി ഉണ്ട്, ഞാൻ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്. നീ തന്നെ നിന്റെ കയ്യിലിപ്പ് കൊണ്ട് തന്നെയാണ് അതിന് ഇല്ലാതായത്, അല്ലെങ്കിൽ നിന്റെ ദുർനടപ്പ് കൊണ്ട് ആ കൊച്ചി ഇല്ലാതായതാണ്. ആനന്ദേട്ടൻ എന്തൊക്കെയാണ് ആനന്ദേട്ട പറയണത്? അതേടി കള്ളി, പെരും കള്ളി, എന്നെ കള്ളം പറഞ്ഞ കല്യാണം കഴിച്ച് എന്നാൽ നിന്റെ അടുത്ത് എല്ലാ കള്ളത്തിനും ഉള്ളപ്പോൾ നിന്നെ ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചാണ് ഞാൻ. അപ്പോഴാണ് ഈ കുഞ്ഞിന്റെ ആ ഒരു ജനനവും കാര്യങ്ങളൊക്കെ ഞാൻ കൺമുമ്പിൽ കണ്ടു തുടങ്ങിയത്, സ്വപ്നം കണ്ടു തുടങ്ങിയത്, എന്റെ കുഞ്ഞിനെ കുറിച്ച് ഞാൻ ആഗ്രഹിച്ചു തുടങ്ങിയത്. ആ സമയത്ത് എന്റെ കയ്യിൽ നിന്ന് അത് വീണ്ടും തട്ടിപ്പറിച്ച് വാങ്ങിച്ചില്ലേടി. എന്തിനാണ് എന്റെ കുടുംബം ഇങ്ങനെ നാറാണക്കല്ലാക്കണത്? എന്റെ ജീവിതം എന്തിനാണ് നീ ഇങ്ങനെ നശിപ്പിക്കണത്? ആദ്യം നിന്നെ ഒരുപാട് സ്നേഹിച്ചു, നീ എന്നെ ചതിച്ചു. ഞാൻ എന്റെ കുഞ്ഞിനെ ഒരുപാട് സ്നേഹിച്ചു, അപ്പൊ തിരിച്ചെടുത്തുകൊണ്ട് നീ എന്നെ ചതിച്ചു. എന്തിനാണ് നീ ഇവിടെ? നീ ഇറങ്ങി പോടി, എനിക്ക് നിന്നെ കാണുമ്പോ ദേഷ്യമാണ്. ദേവി പറഞ്ഞ, ആനന്ദേട്ടാ ഞാൻ കാരണമല്ല ആനന്ദേട്ടാ കുഞ്ഞ് പോയത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ആരാടി തെറ്റ് ചെയ്തത്? എന്റെ അമ്മയോ, എന്റെ അനിയത്തിമാരോ, എന്റെ അനിയന്മാരോ, എന്റെ അച്ഛനോ, മാമനോ, അമ്മായിയോ? ആരാ തെറ്റ് ചെയ്തത്? നീ പറ. അല്ല നീ അല്ല തെറ്റ് ചെയ്തെന്ന് നീ പറയുന്നുണ്ടല്ലോ, പിന്നെ ആരാണ് ആ തെറ്റ് ചെയ്തത്? പറ. അങ്ങനെ എന്തിനുണ്ടെങ്കിൽ നീ തുറന്നു പറ. വേറെ ആരെങ്കിലും കാരണമാണോ നിനക്ക് അത് സംഭവിച്ചത്? അപ്പൊ ദേവി, അത് പിന്നെ പറ, നീ പറ. എന്താ നീ കള്ളം ആലോചിച്ചെടുക്കുവാണോ? ആനന്ദേട്ടാ എനിക്ക് കുഞ്ഞിന്റെ കാര്യത്തിൽ കള്ളം പറയേണ്ട കാര്യമില്ല. പിന്നെ ലോക കള്ളിയായിട്ടുള്ള നീ ഇനി കള്ളം പറയേണ്ട ആവശ്യമില്ലെന്നല്ലേ? കൊള്ളാം ദേവി, നീയേ ഒരു കാര്യം ചെയ്യ്, അടുത്ത ഫിലിം എന്തെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ അതിൽ പോയി അഭിനയിക്ക്. നിനക്ക് ഊർവശി അവാർഡ് ഉറപ്പാണ്. കാരണം അമ്മ അതിന് നിനക്ക് അഭിനയിക്കാൻ അറിയാം. എന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോ, അല്ലെങ്കിൽ ഞാൻ നിന്റെ അച്ഛനും അമ്മനെയും വിളിച്ചു വരുത്താം, അവരുടെ കൂടെ നീ പോയിക്കോ. ആനന്ദേട്ടാ കുഞ്ഞ് നഷ്ടപ്പെട്ട കാര്യമൊന്നും അവരറിഞ്ഞിട്ടില്ല. ഓ അങ്ങനെയാണോ? ഓ അവർക്കും വല്ലാത്ത വിഷമമാവല്ലോ. കാരണം അവർക്കറിയാം ഞാൻ നിന്നെ കുഞ്ഞ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിന്നെ ഒഴിവാക്കുമെന്ന്. അതുകൊണ്ട് അവർക്ക് ഇപ്പൊ പേടിയായിരിക്കും. കുഞ്ഞ് നഷ്ടപ്പെട്ടതിലല്ല, നീ ആ വീട്ടിൽ വന്നിരിക്കുന്നേ, അവർക്ക് ടെൻഷൻ ആയിരിക്കും ഇപ്പൊ. ആനന്ദേട്ടാ ഇങ്ങനെ കണ്ണു ചൊല്ലാതെ സംസാരിക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ വേണ്ട, നീ ഒന്നും പറയണ്ട. നാളെ രാവിലെ നീ ഈ റൂമിൽ ഉണ്ടാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയിരിക്കണം എന്ന് പറഞ്ഞപ്പോ ഇവരുടെ റൂമിൽ ബഹളമൊക്കെ ആകാശും ആരും കേൾക്കുന്നുണ്ട്. അവർ റൂമിലേക്ക് വരുന്നുണ്ട്. ആനന്ദേട്ടൻ എന്താ ഈ ബഹളമൊക്കെ ഉണ്ടാക്കണത്? എന്താ എടുത്തി? ആനന്ദേട്ടൻ എന്താ പറയണത്? അത് കുഞ്ഞ് നഷ്ടപ്പെട്ടത് ഞാൻ കാരണമാണെന്ന് പറഞ്ഞിട്ട് ആനന്ദേട്ടൻ എന്നെ വഴക്ക് പറയാ. അതേടി വഴക്ക് പറയും, നീ കാരണം തന്നെയാ കുഞ്ഞ് നഷ്ടപ്പെട്ടത്. ആരെയും പറയണ്ട ആനന്ദേട്ടാ, ആനന്ദേട്ടൻ ഇത്ര ചീപ്പ് ആവരുത്. ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ റോൾ മോഡൽ ആനന്ദേട്ടൻ. ആനന്ദേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? നോക്ക്, ദേവിയെടുത്തി കാരണമല്ല അത് സംഭവിച്ചത്. ആനന്ദേട്ടാ വിധിയെ തടുക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. നമുക്ക് ഇന്നൊരു സംഭവം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, അർഹിക്കാത്തത് നമുക്ക് കിട്ടില്ല ആനന്ദേട്ടാ. ആനന്ദേട്ടൻ തന്നെ എന്നോട് മുമ്പ് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് വേണ്ടത് നമ്മുടെ കൈകളിൽ തന്നെ കറക്റ്റ് സമയത്ത് എത്തിച്ചേരും. എല്ലാത്തിലൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ആനന്ദേട്ടനല്ല ആനന്ദേട്ടൻ നമ്മളെ പഠിപ്പിച്ചത്. എന്നിട്ട് ആനന്ദേട്ടൻ തന്നെ ഇങ്ങനെയൊക്കെ പറയാണോ? നോക്ക് ആനന്ദേട്ടാ, അതങ്ങനെ സംഭവിച്ചു പോയി, അത് പോട്ടെ, അത് ആരുടെ കുഴപ്പം കൊണ്ടല്ല എന്ന് പറയുമ്പോഴേക്കും ആനന്ദ് പറയണ്ട്, ഞാൻ ഇവളത്തെ ഒരിക്കലും ക്ഷമിക്കില്ല. അതെ ആര്യ, ആകാശിനെ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ ഈ വീട്ടിൽ നിൽക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞേക്ക്. അതല്ല നിങ്ങൾക്ക് ഇവളെ ഈ വീട്ടിൽ നിർത്തിയാൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആനന്ദ് അവിടെ നിന്ന് പോകട്ടെ. ആനന്ദേട്ടാ ഇവിടെ നിക്ക്, ഞങ്ങൾ എന്താ ചെയ്തോളാം. അപ്പൊ ദേവി പറഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ പോയിക്കോളാം. അപ്പൊ ആര്യം പറഞ്ഞിട്ട് ദേവിയെടുത്ത് എവിടെ പോവാനാ? ദേവിയെടുത്ത് എവിടെയും പോകുന്നില്ല, ദേവിയെടുത്ത് ഇവിടെ നിക്ക്. ആനന്ദേട്ടൻ എന്തായാലും എന്റെ റൂമിൽ ഇരിക്കട്ടെ, അവിടെ ഇപ്പം ഇത്രയില്ലല്ലോ. ആനന്ദേട്ടാ വാ എന്ന് പറഞ്ഞിട്ട് ആനന്ദിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ആര്യൻ റൂമിലേക്ക് കൊണ്ടുപോയി ഇരുത്താട്ടോ. ദേവി പൊട്ടിക്കരയാണ്. ആ ബഹളം കേട്ടുകൊണ്ട് മീനാക്ഷി അവിടേക്ക് വരുന്നുണ്ട്. ആകാശിനോട് ചോദിക്കുന്നുണ്ട്, ആകാശ് എന്തൊരു ബഹളം, എന്തിനാ ആനന്ദേട്ടൻ ബഹളം ഉണ്ടാക്കണത്? അത് ദേവിയെടുത്ത് കാരണമാണോ ഓരോന്ന് സംഭവിച്ചത് പറഞ്ഞിട്ട് ആ പാവം ദേവിയെടുത്തിന് പെടാപ്പാട് പെടുത്ത ആനന്ദേട്ടൻ എന്താ ആകാശ് ഇങ്ങനെ എന്ന്
മീനാക്ഷി ചോദിക്കുന്നുണ്ട്. ഇത് ആകാശ് പറയണ്ടേ, എനിക്ക് അറിയില്ല മീനു, ആനന്ദേട്ടൻ അത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടാവും. അപ്പൊ മീനാക്ഷി പറഞ്ഞ ആനന്ദേട്ടൻ മാത്രല്ല, ആനന്ദേട്ടൻ ആ കുഞ്ഞിന്റെ അച്ഛനാണെങ്കിൽ ആ കുഞ്ഞിന്റെ അമ്മയാണ് ദേവിയെടുത്തി. ദേവിയെടുത്തേക്ക് ഈ ഒരു അവസ്ഥ വരുമ്പോ കൂടെ നിൽക്കില്ലേ വേണ്ടത്. നോക്ക്, അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ വന്നാലും ദേവിയെടുത്തിനെ കൈവിടാൻ പാടില്ല. ആനന്ദേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം, അല്ലെങ്കിൽ വല്ല കൗൺസിലിങ്ങിനെ കൊണ്ടുപോവാം എന്ന് പറയാണ്. അപ്പോഴും ആകാശ് പറഞ്ഞു നമുക്ക് എന്താ ചെയ്യാം എന്ന് പറയാണ്. അതിനുശേഷം ഭക്ഷണമൊക്കെ ആകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും വന്നിരിക്കട്ടെ. അപ്പൊ ആനന്ദ് ഇരിക്കുന്നുണ്ട്. ദേവീന് ഭക്ഷണം റൂമിൽ കൊണ്ട് കൊടുക്കാന്ന് മീനാക്ഷി പറയാണ്. ദേവിയെടുത്തിന് നടത്തി ബുദ്ധിമുട്ടിപ്പിക്കേണ്ട, ദേവിയടുത്തോടെ റെസ്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് കഞ്ഞിയും കുറച്ച് പയറും അച്ചാറും കുറച്ച് തോരനൊക്കെ എടുത്തിട്ട് നമ്മുടെ മീനാക്ഷി ദേവിക്ക് കഞ്ഞി കൊടുക്കാൻ പോകുമ്പോഴേക്കും ആനന്ദ് ചോദിക്കുന്നുണ്ട്, മീനാക്ഷി എവിടേക്കാ പോണത്? അത് ദേവിയടുത്തേക്ക് ഫുഡ് കൊടുക്കാൻ, അവൾ വേണമെങ്കിൽ ഇവിടെ വന്ന് കഴിച്ചോളും. ബാലൻ പറയണ്ട്, നീ എന്ത് വർത്താനോട് ആനന്ദേ പറയണത്? ദേവിക്ക് സുഖമില്ലാത്തത് നിനക്ക് അറിയാവുന്നതല്ലേ, എന്നിട്ടെന്താ നീ ഇങ്ങനെ പറയണത്? അവൾക്ക് വേണമെങ്കിൽ വിശപ്പുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിച്ചോളും, ആരും അവളെ ഊട്ടാനും നിൽക്കണ്ട. പിന്നെ ഒരു കൊലപാതകം കഴിഞ്ഞ് വന്നിരിക്കുന്ന ഊട്ടാൻ കൊണ്ടുപോണത്. അത് കേട്ടിട്ട് നമ്മുടെ ഗോമതി പറഞ്ഞിട്ട്, കൊലപാതകോ? ദേ ആനന്ദേ, ഇത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ദേ നീ നീ എന്താണ് ഇങ്ങനെ? എന്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ ക്ഷമയും കരുണയുള്ളത് നിനക്കായിരുന്നോ? അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ? അത് എന്നിട്ട് നീ എന്തിപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് ചോറും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആനന്ദ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. നേരെ പോണത് ബാറിലേക്കാട്ടോ. അവിടെ പോയിട്ട് വയറ് നിറച്ച് കള്ളു കുടിച്ച് വിശപ്പകറ്റാണ് ആനന്ദ്. അപ്പൊ ആനന്ദിനെ അന്വേഷിച്ച് ആകാശ് തൊട്ട് പിന്നാലെ പോകുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് നമ്മുടെ ബാലിനും ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. അപ്പൊ മീനാക്ഷി വേണ്ട, അച്ഛൻ ഭക്ഷണം കഴിക്കുക. ആനന്ദേട്ടന്റെ മാനസികാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ്. ആനന്ദേട്ടന് ഒന്നും സംഭവിക്കില്ല, ഞാൻ ദേവിയടുത്തേക്ക് ഭക്ഷണം കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോകുമ്പോ ദേവി ഭയങ്കര കരച്ചിലാട്ടോ. ആ സമയത്ത് ദേവിക്ക് ഇനി ഭക്ഷണം കൊടുക്കുന്നുണ്ട് മീനാക്ഷി. ആനന്ദേട്ടന്റെ വിഷമമൊക്കെ മാറിക്കോളും ദേവിയെടുത്തി. ഇല്ല ആനന്ദേട്ടനെ, എന്നെയാണ് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വെറുപ്പ്, ഞാൻ തെറ്റ് ചെയ്യുന്ന ആനന്ദേട്ടൻ പറയണത്. അത് ആനന്ദേട്ടന്റെ വിവരമില്ലായ്മ കൊണ്ട് പറയല്ലേ, ആനന്ദേട്ടനെ അറിയില്ലല്ലോ ദേവിയെടുത്തി, അതുകൊണ്ടാ. നോക്ക്, ഞാൻ ദേവിയെടുത്ത് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ദേവിയെടുത്തേക്ക് എന്തെങ്കിലും സംഭവിച്ച മീനാക്ഷി ജീവനോടെ ഉണ്ടാവില്ല. മീനാക്ഷി പറഞ്ഞതെന്നറിയാലോ, എന്റെ ദേവിയെടുത്ത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. ദേവിയെടുത്തിനാ നമുക്ക് ദേവിയെടുത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാനാണെന്ന് പറയും. എനിക്ക് അത്രമാത്രം ഇഷ്ടമാണ് ദേവിയെടുത്തി. സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ദേവിയെടുത്തിനെയാണ്. ദേവിയെടുത്തി വന്ന സമയത്ത് നമ്മൾ തമ്മിൽ കുറച്ച് പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അപ്പോഴും അറിയുന്നു ദേവിയെടുത്തി ഒരു പഞ്ചപാവമാണെന്ന്. നോക്ക്, എന്റെ ചേച്ചിയുടെ സ്ഥാനത്തല്ല, എന്റെ രണ്ടാമത്തെ ഒരു അമ്മയുടെ സ്ഥാനത്താണ് ഞാൻ ദേവിയെടുത്തിനെ കാണുന്നത്. അതുകൊണ്ട് പ്ലീസ് ദേവിയെടുത്തി, എന്റെ പൊന്നു ദേവിയെടുത്തില്ലേ, ഈ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി ഭക്ഷണം കൊടുക്കുമ്പോൾ ദേവി കുറച്ച് കഴിക്കുന്നുണ്ട്. ശേഷം മരുന്നൊക്കെ കൊടുക്കുമ്പോൾ ദേവി ആ ക്ഷീണം കിടന്നുറങ്ങും കേട്ടോ. പാതിരാത്രി ആകുമ്പോഴേക്കും ആനന്ദ് വരുവാണ്. ദേവി നല്ല ഉറക്കമാണ്. ആനന്ദാണെങ്കിൽ ദേവിനെ ഉപദ്രവിക്കാൻ വരുമെന്ന് നമ്മുടെ ആര്യനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആര്യനാണെങ്കിൽ ദേവിക്ക് താങ്ങും തണലുമായിട്ട് കാവലായിട്ട് റൂമിൽ തന്നെ നിൽക്കുകയാണ്. കാരണം ആനന്ദിനെ എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിക്കണ മുമ്പ് ദേവിനെ അവിടെ നിന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആനന്ദ് രാത്രി വന്നിട്ട് ദേവിനെ അവള് കിടന്ന് ഉറങ്ങണ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ദേവിനെ ഉപദ്രവിക്കാൻ പോകുമ്പോഴേക്കും അവിടേക്ക് ആര്യൻ വരെയാണ്. ആനന്ദിനെ പിടിച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നോക്ക്, ദേവി എടുത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അത് ആനന്ദേട്ടൻ മനസ്സിലാക്കും. ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരും. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ദേവിയെടുത്തി മനഃപൂർവ്വം ഇതൊന്നും ചെയ്യത്തില്ലെന്ന്. അത് ആനന്ദേട്ടന്റെ മുമ്പിൽ ഞങ്ങൾ തെളിയിച്ചിരിക്കും. അതുവരെ ആനന്ദേട്ടൻ ദേവിയെടുത്തിന്റെ മുമ്പിൽ പോലും കണ്ടുപോകരുത്. ഇനി കുത്തുവാക്ക് കൊണ്ട് ആ പാവത്തെ ദ്രോഹിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആര്യൻ ആനന്ദിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആനന്ദ് അതൊന്നും കേൾക്കില്ല കേട്ടോ. ഇനിയിപ്പോ ദേവിയുടെ കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണം അലോകാണെന്ന് അറിഞ്ഞെങ്കിൽ പോലും ആനന്ദ് ദേവിയെടുത്ത് ക്ഷമിക്കാൻ വേണ്ടി പോകുന്നില്ല. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.